ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴുള്ള പ്രശ്നം അമ്മ എന്ന സംഘടനയുടേതല്ല, വ്യക്തികൾ തമ്മിലാണ് പ്രശ്നം. അവർക്കുള്ളിലെ ഈഗോയാണ് ഇതിന് കാരണമെന്നും ദേവൻ പറഞ്ഞു. ആരൊക്കെ തമ്മിലാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഒരുമിച്ചിരുത്തുകയാണ് പ്രസിഡന്റ് ചെയ്യേണ്ടതെന്ന് ദേവൻ പറഞ്ഞു. അതിനുള്ള ഉത്തരവാദിത്തം പ്രസിഡന്റിനാണ്. അവരെ വിളിച്ചു വരുത്തി ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി നമുക്ക് കൂടിയാലോചന നടത്താം. അമ്മയിൽ സാമ്പത്തിക തിരിമറിയുണ്ടെന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്നാൽ ഞാൻ പ്രസിഡന്റായാൽ ഇക്കാര്യമെല്ലാം അന്വേഷിക്കും. സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആരോപണം ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരും അമ്മയിലുണ്ട്. ഇതുവരെ അത്തരത്തിലൊരു സ്ഥാനമോ പ്രവർത്തനമോ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അമ്മയിൽ കക്ഷി രാഷ്ട്രീയങ്ങളില്ലെന്നും ദേവൻ വ്യക്തമാക്കി. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും ദേവൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോഹൻലാലിന് നേരിടേണ്ടി വന്ന ചില ചോദ്യങ്ങളുണ്ട്. എല്ലാവരും വിരൽ ചൂണ്ടിയത് ലാലിന് നേരെയായിരുന്നു. അത് ശരിയല്ല. ആരോപണ വിധേയർക്ക് കുഴപ്പമില്ല. പക്ഷേ മോഹൻലാൽ എന്ന ആ മഹാനടനെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. നമ്മളെല്ലാം എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ വന്നല്ലോ, എനിക്കിനി ആ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലാതെയാണല്ലോ നമ്മളിതിൽ നിൽക്കുന്നത്. മോഹൻലാൽ ശരിക്കും വേദനിച്ചു. കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ തെറ്റ് ചെയ്തതുപോലെയാണ് തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്മാറിയതും. എല്ലാവർക്കും ഒപ്പമുണ്ടാകുമെന്ന് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സാഹചര്യം, ദേവൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.